വെള്ളനേദ്യം, ശർക്കര പൊങ്കാല, പിന്നെ ചെറുപയർ. ഏറ്റവും വലിയ പ്രാർത്ഥന എപ്പോഴും അമ്മയുമായിട്ട് ഒപ്പം അമ്മ കൂടെ ഉണ്ടാവണമെന്നുള്ളത്. അത് തന്നെയാണ് ആദ്യത്തെ പ്രാർത്ഥന. ആയുസ്സും ആരോഗ്യവും, പിന്നെ ലോകാസമസ്ത സുഖിനോ ഭവന്തു. ബാക്കിയൊക്കെ അമ്മ തരുന്നത് ആ സന്തോഷമല്ല. തിരക്ക് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെക്കാളും ഇരട്ടി ലക്ഷം ജനങ്ങളാണ്. സ്ത്രീശക്തി തന്നെയാണ് കാണുന്നത്. ഓരോ വർഷം കഴിയും തോറും ഭക്തജനങ്ങളുടെ ഒഴുക്ക്. അതെ, അടുത്ത തവണ ഇനിയിപ്പോൾ അതിനുള്ളൊരു കാത്തിരിപ്പ് കൂടിയാണല്ലേ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി അടുത്ത പൊങ്കാല. ഇപ്പം പ്രാർത്ഥിക്കുമ്പോൾ കഴിയുമ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവതി അടുത്ത തവണയും ഇതേ ആയുസ്സും ആരോഗ്യവും സന്തോഷത്തോടുകൂടി അമ്മയ്ക്ക് വന്നിടാൻ കഴിയണേ, എനിക്ക് വന്നിടാൻ കഴിയണേ എന്ന് അമ്മയോട് പ്രാർത്ഥിക്കും. ഇത്തവണ ചൂട് വിലച്ചോ? അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ എന്നെ വർഷങ്ങളായിട്ട് 2000 മുതൽക്ക് ഇവിടെയാണ് പൊങ്കാല ഇടുന്നത്. സന്തോഷമാണ് ഈ കാണുന്ന ഭക്തരോട്, പ്രേക്ഷകരോട്. പൊങ്കാല ഇവിടെ എത്താൻ കഴിയാതെ TV-യിലൂടെ കാണുന്ന ഒരുപാട് ഭക്തർ കാണുമല്ലോ, അപ്പോൾ അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവരോട് പറയാനുള്ളത്, എവിടെ ഇരുന്നാലും മുള്ളുരുക്കി പ്രാർത്ഥിച്ചാൽ എത്തുന്ന അമ്മ തന്നെയാണ് ആറ്റുകാലമ്മ. അവിടെ ഇടാൻ പറ്റുന്ന സ്ഥലത്തിരുന്ന് ഇട്ടാലും മതി.